കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരും കർത്താവിൽ സന്തോഷത്തോടുകൂടെ ഈ രാവിലെ സമയത്തായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃപയാൽ ഇന്നലെ രാത്രിയിൽ സുഖമായി ഉറങ്ങുവാൻ ദൈവം സഹായിച്ചു. നിങ്ങളും അങ്ങനെ തന്നെ സമാധാനത്തോടെ കിടന്നുറങ്ങി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിതത്തിൻ്റെ പ്രശ്ന സങ്കീർണമായ വിഷയങ്ങൾ ഓരോ ദിവസങ്ങളും നമ്മുടെ ജീവിതത്തെ പലപ്പോഴും അസ്വസ്ഥപ്പെടുത്താറുണ്ട്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൻ ദൈവകൃപയിൽ ആശ്രയിച്ച് അതിനെല്ലാം മറികടക്കുവാനിടയായിത്തീരും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവം നമ്മെ അത്ഭുതകരമായി അതിശയകരമായി നടത്തി. തുടർന്നും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ നടത്തട്ടെ. നിങ്ങൾ ഈ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യണം, ഷെയർ ചെയ്യണം, ഗ്രൂപ്പുകളിൽ ഇട്ടുകൊടുക്കണം. ഇത് അനേകർക്ക് ആശ്വാസവും സമാധാനവും ആകട്ടെ. അനുഗ്രഹത്തിൻ്റെ വഴികളിലേക്ക് നീങ്ങുവാനുള്ള ഒരു ദൈവിക സന്ദേശമായി ഇത് മാറട്ടെ. അതിനുവേണ്ടി ദൈവസന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് രാവിലെ സമയത്ത് നിങ്ങൾക്ക് നൽകുവാൻ കർത്താവിൽ ആഗ്രഹിച്ച് ലഭിക്കപ്പെട്ടിരിക്കുന്ന സന്ദേശം, ദൈവത്തിനു സ്തോത്രം, ഇസ്രായേൽ ജനത്തിൻ്റെ മിസ്രൈമിലെ അവരുടെ ജീവിതയാത്രയിൽ അവർ അനുഭവിച്ച ചില പ്രതിസന്ധികളും, എന്നാൽ അവരെ കനാനിലേക്ക് എത്തപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന ദൈവിക അനുഗ്രഹങ്ങളും ഇവിടെ മോശയിൽ കൂടെ ഇസ്രായേൽ മക്കളോട് സംസാരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തെ അറിയാതെ ഇരിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്ര എങ്ങനെയായിരുന്നു, ദൈവത്തെ അറിഞ്ഞതിന് ശേഷം നമ്മുടെ ജീവിതയാത്ര എങ്ങനെയായിരിക്കുന്നു, ഇത് നമുക്ക് ഒന്ന് ചിന്തിച്ച് വിലയിരുത്തേണ്ടതായ ആവശ്യകതയുണ്ട്. എൻ്റെ ജീവിതത്തെ തന്നെ എനിക്ക് നിങ്ങളോട് സാക്ഷ്യമായി പറയുവാൻ കഴിയും. ദൈവത്തെ അറിയാതിരുന്ന കാലഘട്ടങ്ങളിൽ പലപ്പോഴും ആമേൻ സമാധാനത്തോടെ കടന്നുറങ്ങുവാൻ കഴിഞ്ഞിട്ടില്ല. ദൈവത്തിനു സ്തോത്രം. വലിയ പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. മദ്യവും മയക്കുമരുന്നും ഒക്കെ വലിയ അപകടകാരിയായി ജീവിതത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, തകർച്ചയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സമാധാനമില്ലാത്ത അനേക രാത്രികൾ. സ്തോത്രം. മാത്രമല്ല സാധാന്യ ശക്തികൾക്ക് നൃത്തം ചെയ്യുവാൻ സ്റ്റേജ് ഇട്ടുകൊടുത്തിരിക്കുന്ന ഒരു ഭവനം. ദൈവത്തിനു സ്തോത്രം. എല്ലാ ദിവസങ്ങളിലും സാധാന്യ ശക്തികൾ ഈ സ്റ്റേജിൽ വന്ന് നൃത്തം ചെയ്ത് അവൻ്റെതായ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഉള്ള ഒരു ഭവനമായിരുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിച്ചപ്പോൾ, ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ, ദൈവം വിളിച്ചപ്പോൾ, ദൈവിക വിളിയുടെ മുമ്പിൽ സമർപ്പിതനായി മാറിയപ്പോൾ പാട്ടും പ്രാർത്ഥനയും ആമേൻ സമാധാനവും സന്തോഷവും ജീവിതത്തിൽ ആമേൻ ഇതുവരെയും ഉണ്ടാകാത്ത ആ വലിയ സൗഭാഗ്യം കൈവരുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ ജീവിതയാത്രയിൽ മിസ്രൈമിൽ കഠിനമായ വേദനകളിൽ കൂടെ അവർ കടന്നുപോയി. വലിയ വേദനകളിൽ കൂടെ കടന്നുപോയി. ഇസ്രായേൽ ജനം മിസ്രൈമിനാൽ പീഡിപ്പിക്കപ്പെടുവാനിടയായി തീർന്നു. അവരുടെ കഷ്ടത കണ്ടു എന്നാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. യഹോവയായ ദൈവം അവരുടെ നിലവിളി കേട്ടു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദുരിതപൂർണമായ അനുഭവങ്ങളിൽ കൂടെ പോയ ഇസ്രായേൽ ജനത്തോട് ദൈവം മോശയിൽ കൂടെ സംസാരിക്കുന്ന ഒരു വേദഭാഗം നിങ്ങളുടെ മുമ്പാകെ ഞാൻ കൊണ്ടുവരാം. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 10-11 വാക്യങ്ങൾ. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം നീ വിട്ടുപോകുന്ന മിസ്രൈം ദേശം പോലെ അല്ല. തിരുവെഴുത്ത് പറയുകയാണ്, നീ കൈവശമാക്കാൻ പോകുന്ന ആ മനോഹരമായ ദേശം മിസ്രൈം ദേശം പോലെ അല്ല. ദൈവത്തിനു സ്തോത്രം. ഈ രണ്ട് വ്യത്യസ്തമായ കാലാവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന സ്ഥലമാണ്. മിസ്രൈമിൽ അതിഭയങ്കരമായ ചൂടും മഴയുടേതായ കുറവും ഒക്കെ അവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. അവരുടെ കൃഷികാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ അവർക്ക് ഫലപുഷ്ടമായ നിലയിൽ കൊണ്ടുവരുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ മിസ്രൈമിൽ വെച്ച് അവർക്കുണ്ടായി. അവർ മിസ്രൈം ദേശത്ത് ഗോശേൻ ദേശത്താണ് മിസ്രൈം രാജ്യത്തിൽ അവർ താമസിക്കുന്നത്.
അത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണെങ്കിൽ പോലും അവിടെ മഴ വളരെ കുറവായിരുന്നു. ആയതിനാൽ അവരുടെ കൃഷികളെല്ലാം വേണ്ടതുപോലെ അവർക്ക് വളർത്തിയെടുക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ നദികളിൽ നിന്ന് കനാൽ വെട്ടിയുണ്ടാക്കി കാലുകൊണ്ട് ചക്രം ചവിട്ടിയാണ് വെള്ളം കൃഷി സ്ഥലത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് വളരെ കഠിനാധ്വാനം നടത്തിയാണ് കൃഷിയിടങ്ങളിലേക്ക് എന്ത് ചെയ്തത് വെള്ളം എത്തിച്ചുകൊണ്ടിരുന്നത് ദൈവത്തിന്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പദം അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ നീ വിത്ത് വിതച്ചിട്ട് പച്ചക്കറിത്തോട്ടം പോലെ നിന്റെ കാലുകൊണ്ട് നനയ്ക്കേണ്ടി വന്നു. പച്ചക്കറിത്തോട്ടം പോലെ നിന്റെ കാലുകൊണ്ട് നനയ്ക്കേണ്ടി വന്നു. നിങ്ങൾ കൈവശമാക്കാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്തിൽ നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. കണ്ടോ, അവിടെ പറയുകയാണ് മിസ്രയീമിൽ ദേശത്തിന്റെ കൃഷിയിടങ്ങളിൽ കാലുകൊണ്ട് നനയ്ക്കേണ്ടി വന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്നത്തെ കാലത്ത് നദികളിൽ നിന്ന് പ്രത്യേകമായ ശാഖകൾ വെട്ടിത്തിരിച്ച് കനാലുകൾ വെട്ടിത്തിരിച്ച് അതിൽ ചക്രം പോലെയുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പഴയ കാലഘട്ടങ്ങളിലൊക്കെ കണ്ടത്തിലേക്കും ഒക്കെ വെള്ളം ചവിട്ടിക്കയറ്റുന്ന ഒരു നില കണ്ടിട്ടുണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്നും ആ ചക്രങ്ങൾ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ചവിട്ടി നദികളിൽ നിന്ന് കനാൽ വെട്ടി അവർ എന്ത് ചെയ്യുന്നു, അവരുടെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുവാൻ അങ്ങനെയാണ് കൃഷിയിടങ്ങളൊക്കെ നനച്ചുകൊണ്ടിരുന്നത്. വലിയ ബന്ധപ്പെട്ട ജോലിയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതപൂർണമായ ഈ കഷ്ടപ്പാടുകൾക്ക് ഒരറുതി ഉണ്ടാകുമെന്നുള്ള ഒരു വ്യക്തമായ മുന്നറിയിപ്പ് ദൈവം കൊടുക്കുകയാണ്. പക്ഷെ ഇവിടെ നിന്ന് പോകണം. ഇവിടെ നിന്ന് പോയെങ്കിൽ മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഈ ദൈവം പറഞ്ഞ ആ ദേശത്ത് അവരെത്തിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ കൈവശമാക്കാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്തിൽ നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ഹല്ലേലൂയ. മാത്രമല്ല തേന് പാല് ഒഴുകുന്ന ദേശം, പാറയിൽ നിന്ന് തേൻ ഒഴുകുന്ന ദേശം. ഹല്ലേലൂയ. അത്ര മനോഹരമായ നിലയിൽ ക്രമീകൃതമായ സ്ഥലത്തേക്കാണ് ഇസ്രായേലിനെ ദൈവം എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, നാം ഇന്ന് മിസ്രയീമിന്റെ അടിമത്ത നുകത്തിൻ കീഴിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ചെങ്ങല കൊണ്ട് വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങളിലാണെങ്കിൽ നിങ്ങൾ വളരെ ദുരിതപൂർണമായ കഷ്ടതയുടെ ആഴക്കയത്തിൽ വീഴപ്പെട്ടവരായി മാറുവാനിടയായിത്തീരും. എന്നാൽ ഒരു തീരുമാനം ഇന്ന് രാവിലെ സമയത്ത് നിങ്ങൾ എടുക്കുവാൻ തയ്യാറായാൽ ഞാൻ ഉറപ്പു പറയുന്നു ആമേൻ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ദുരിതപൂർണമായ ആമേൻ സാഹചര്യങ്ങൾക്കും താങ്ങും തണലുമായി ആമേൻ നിങ്ങൾക്കതിനെ മറികടക്കുവാൻ കഴിയുന്ന നിലയിലുള്ള ദൈവിക പദ്ധതികൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെടുവാനിടയായിത്തീരും. നിങ്ങളത് വിശ്വസിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണുവാൻ ഇടയായിത്തീരും. നിന്റെ വീടിനകത്ത് ദൈവിക പ്രവൃത്തിയുടെ നീരൊഴുക്കുകൾ ഒഴുകും. ഹല്ലേലൂയ. ആമേൻ. നിന്റെ തലമുറയുടെ മേൽ ദൈവിക പ്രവൃത്തിയുടെ ആമേൻ ചാലുകൾ വെട്ടിക്കീറി ദൈവിക അനുഗ്രഹത്തിന്റെ ചാലുകൾ നിന്റെ അടുക്കലെത്തും. നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അത്ര മനോഹരമായ തലത്തിലേക്ക് ദൈവം നിന്നെ നടത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് രാവിലെ സമയത്ത് ഒന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ നീ തയ്യാറായാൽ, ഒന്ന് ഏൽപ്പിക്കപ്പെടാൻ തയ്യാറായാൽ, ഞാൻ ഉറപ്പു പറയുന്നു, ദൈവം നിന്നെ മാനിക്കുവാൻ ഇടയായിത്തീരും. നിന്റെ ജീവിതത്തിന്റെ വേദനകരമായ ദുരിതപൂർണമായ ഈ സാഹചര്യങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് ദൈവം നടത്തുവാൻ ഇടയായിത്തീരും. അങ്ങനെ ഒരു മാറ്റങ്ങൾ അവൻ ആഗ്രഹിക്കുന്ന എത്ര പേർ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്? ഞാൻ ഉറപ്പു പറയാം, ഇതൊരു കാപട്യമായ സന്ദേശമല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നീരുറവകൾ നിങ്ങൾക്ക് ലഭിക്കപ്പെടുവാൻ കഴിയുന്ന മനോഹരമായ, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം, യഹോവയായ ദൈവം പരിപാലിക്കുന്ന ദേശം. നിന്റെ വീട് യഹോവ പരിപാലിക്കട്ടെ.
നിന്റെ തലമുറയെ യഹോവയായ ദൈവം പരിപാലിക്കട്ടെ. നിന്റെ സമ്പത്തിനെ യഹോവ പരിപാലിക്കട്ടെ. നിന്റെ ആത്മീക ജീവിതത്തെ യഹോവ പരിപാലിക്കട്ടെ. തമ്പുരാൻ പരിപാലിക്കുന്നിടത്ത് ആമേൻ ഒന്നിനും ഒരു കുറവും ഉണ്ടാകുകയില്ല. ആമേൻ രോഗത്തെ മറികടക്കുവാൻ കഴിയും. ആമേൻ കല്ലേലി നിന്റെ ഞെരുക്കങ്ങളെ മറികടക്കുവാൻ കഴിയും. യഹോവ പരിപാലിക്കുന്നത് കൊണ്ട് അതിനകത്തെ എല്ലാ ഇല്ലായ്മകളെ നികത്തുവാനിടയായിത്തീരും. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കു വരുത്തുകയില്ല. കഴിഞ്ഞ 33 വർഷത്തെ ആമേൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് ഉറപ്പായി പറയാൻ കഴിയും, എന്നെ പരിപാലിച്ച ദൈവം, എന്നെ കരുതിയ ദൈവം, എന്നെ നടത്തിയ ദൈവം നിങ്ങളെയും നടത്തുവാൻ മതിയായവനാണ്. ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി അഭയപ്പെടാം, ആശ്രയിക്കാം. ഞാൻ ഒരിക്കൽ കൂടെ ആ വാക്യമൊന്ന് വായിച്ചു കേൾപ്പിക്കാം. നീ കൈവശമാക്കാൻ ചെല്ലുന്ന ദേശം നീ വിട്ടുപോകുന്ന മിസ്രയീം ദേശം പോലെയല്ല എന്ന് പറഞ്ഞാൽ ആമേൻ മിസ്രയീം ദേശവും നീ കൈവശമാക്കാൻ പോകുന്നതും. ഇന്ന് രാവിലെ സമയത്ത് ഞാൻ ഒരു ദൂത് ദൈവമക്കളോട് പറയാം. നീ കൈവശം ആമേൻ വാങ്ങാൻ പോകുന്ന, നീ കൈവശം ഏറ്റെടുക്കാൻ പോകുന്ന ചില നന്മകൾ ആമേൻ കഴിഞ്ഞകാല ജീവിതത്തിൽ നീ ജീവിച്ചപ്പോൾ നിനക്ക് കിട്ടിയതുപോലെ അല്ല. ഒരു വ്യത്യസ്തമായ അനുഭവങ്ങൾ അതിനകത്ത് കാണുവാൻ കഴിയും. കാരണം ഇത് ദൈവം നിനക്ക് തരുന്നതാണ്. ഇത് ദൈവത്തിന്റെ പരിപാലനത്തിൽ കൂടെ ആമേൻ സംരക്ഷിക്കപ്പെടുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് ദൈവം നിനക്ക് തരുന്നതാകൊണ്ട് അതിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. ഞാൻ വാക്കുകൾ ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ്. പ്രിയരെ, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. കർത്താവിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. അതിനായി സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. നിങ്ങൾ ചിലത് പ്രാപിക്കാൻ പോകുന്നു. ഞാൻ ഉറപ്പു പറയുന്നു, ദൈവം നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്ന ചില അവകാശങ്ങൾ, ഹല്ലേലൂയ, അത് സ്വന്തമായ വീടായിരിക്കാം, സ്വന്തമായി അല്പസ്ഥലമായിരിക്കാം, ഒരു വാഹനമായിരിക്കാം, ആമേൻ, അല്ലെങ്കിൽ ഒരു കുടുംബജീവിതമായിരിക്കാം, അല്ലെങ്കിൽ ഒരു തലമുറയായിരിക്കാം. ദൈവം നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്നത് ശ്രേഷ്ഠമേറിയതാണ്. ആമേൻ. അല്ലെങ്കിൽ ഒരു രോഗശാന്തിയായിരിക്കാം. ആമേൻ, ഹല്ലേലൂയ. ഒരു ജോലിയുടെ മേഖലകളായിരിക്കാം, ഒരു ഉയർച്ചയായിരിക്കാം. ആമേൻ. ഇത് ഇന്ന് രാവിലെ സമയത്ത് നീ ഏറ്റെടുത്തുകൊള്ളുക. ഞാൻ വാക്കുകളെ ചുരുക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സന്ദേശം കൈമാറ്റം ചെയ്യണം. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ പേരും ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.